സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA ഒരു പ്രസ്താവന നടത്തി. ആ കേസിൽ പ്രതിയാക്കപ്പെട്ട BJP-ക്കാരെ തുടക്കത്തിലെ പോലീസ് അത് സപ്രസ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് അന്വേഷിച്ച DYSP രാജേഷ് എന്ന് പറഞ്ഞ ആള് റിട്ടയർ ചെയ്തു പോയി. അതിനുശേഷം അങ്ങേര് ഇലക്ഷന്റെ സമയത്ത് BJP-യുടെ ബൂത്ത് ഏജന്റായിട്ട് ഇരിക്കുന്ന ഒരു ദൃശ്യം PV അൻവർ MLA പുറത്തുവിട്ടു. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം, കരമനയുള്ള ആശ്രമം 2018 ഒക്ടോബർ 27 അത് കത്തിച്ചു ആരും. ഏതായാലും ആ തീ പടർന്ന് അവിടുത്തെ 3-4 വാഹനങ്ങൾ കത്തി നശിച്ചു. ആ പോലീസും ഫയർഫോഴ്സും എത്തി കെടുത്തി കുറേ ഭാഗം. അതിൻ്റെ മുൻവശത്ത് ഒരു റീത്ത് വെച്ചിരുന്നു സന്ദീപാനന്ദഗിരിക്ക്. ആ റീത്തിൻ്റെ അവിടെ മലയാള ആരുടെ കയ്യക്ഷരത്തിൽ ഇയാൾക്ക് എല്ലാ ഇതും നേർന്നുകൊണ്ട് ഒരു മരണമടഞ്ഞ ഒരാൾക്ക് എന്തൊക്കെ നമ്മൾ പറയോ അങ്ങനെയുള്ള ചില വാചകങ്ങൾ അവിടെ എഴുതി വെച്ചിരുന്നു. ഇത് പോലീസ് മഹസർ എഴുതി കൊണ്ടുപോയി. അത് കൃത്യമായിട്ട് അന്വേഷണം നടത്തിയില്ല എന്നാണ് ആദ്യം തുടക്കം മുതൽ സന്ദീപാനന്ദഗിരി പറയുന്നത്. ആശ്രമം കത്തിച്ച് അതിരാവിലെ സന്ദീപാനന്ദഗിരി ഇവിടെ ആശ്രമത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായി. കാരണം ഒരു ആശ്രമമാണ് കത്തിച്ചത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സന്യാസിയാണ് സന്ദീപാനന്ദഗിരി. അദ്ദേഹം വളരെ പാടുപെട്ട് പല സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പണം ഉണ്ടാക്കിയിട്ടാണ് ആശ്രമം വെച്ചത്. നല്ലൊരു ആശ്രമമാണ്. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് അതിനകത്തുണ്ട്. അതാണ് കത്തിച്ചത്. ആ കത്തിച്ചതിനെ സംബന്ധിച്ച് പോലീസ് കേസെടുത്തു. അന്വേഷണം അത്ര സുഖകരമായിരുന്നില്ല. അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് പിന്നീട് വരേണ്ടി വന്നു. ആ സമയത്ത് അവിടെ CCTV ദൃശ്യത്തിൽ അതിന് ആ ആശ്രമത്തിലെ മുഴുവൻ ഓഫ് ചെയ്തിരുന്നു. അതിന് പരിസരത്തുള്ള കടകളിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് ചിലരെയൊക്കെ കണ്ടു. അവരെ ആരെയും ചോദ്യം ചെയ്തില്ല എന്നൊരാക്ഷേപം വന്നു. അവിടുത്തെ CDR പലരെയും സംശയിച്ച BJP-ക്കാരുടെയൊക്കെ CDR നോക്കി. ഈ കേസിനകത്ത് പ്രതിയായ ഒരാള് ഈ കത്തിച്ചതിൻ്റെ മുമ്പിൽ 1 മണിക്കൂർ മുമ്പ് വന്നു പോയത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടുന്ന് ഒരു കോള് പോയിരിക്കുന്നു. ഈ കേസിൽ പ്രതിയാകാൻ സാധ്യതയുള്ള പ്രകാശ് എന്ന് പറഞ്ഞ ഒരാള് അയാള് കുണ്ടാങ്കടവിൻ്റെ അവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആ പ്രകാശനുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഈ ആശ്രമം കത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. മുഖ്യമന്ത്രി വന്നിട്ടും ആ സ്ഥലം സന്ദർശിച്ചും അതിനൊരു പ്രാധാന്യം കൊടുത്തില്ല. അന്വേഷണം എഴഞ്ഞു നീങ്ങി. അന്വേഷണം തെറ്റിച്ചു. അന്നിരുന്ന DYSP പിന്നീട് BJP-യുടെയോ അവരുടെ വക്താവായിരുന്നു എന്ന് ആണ് PV അൻവർ MLA പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോപണം അത് ADGP-ക്ക് നേർക്കെയാണ് വരുന്നത്. ഏതായാലും ഈ ആശ്രമത്തിൻ്റെ കത്തീരുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോഴാണ് പ്രകാശൻ ആത്മഹത്യ ചെയ്യപ്പെടുന്ന ആ കേസിലേക്ക് കുഴു വരുന്നത്. കുണ്ടാങ്കടവിൻ്റെ ഭാഗത്ത് നിന്ന് BJP-ക്കാർ വന്ന് ഇത് കത്തിച്ചു പോയി എന്നാണ് കണ്ടെത്തൽ. അതിനകത്ത് അന്നിരുന്ന DYSP ആയിരുന്ന ഈ കേസ് അന്വേഷിച്ച DYSP-ക്ക് അതിനകത്ത് പങ്കുണ്ടായിരുന്നു. യഥാർത്ഥ പ്രതികളെ അദ്ദേഹം ഒഴിവാക്കി മറ്റു ചിലരിലേക്ക് അന്വേഷണം കൊണ്ടുപോയി എന്നാണ് വരുന്നത്. ഏതായാലും ഇപ്പോഴിത് ഈ പഴയ സംഭവം 2018 ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ADGP-ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴിവിടെ PV അൻവർ MLA ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും ആ റീത്തിൽ ആരോ എഴുതി വച്ചിരിക്കുന്ന കയ്യക്ഷരം അത് മരണപ്പെട്ട പ്രകാശിൻ്റെ ആണെന്ന് പറയുന്നു. അത് മഹസറിൽ എഴുതി പോലീസ് എടുത്തെങ്കിലും കന്റോൺമെന്റ് പോലീസ് അത് കോടതിയിൽ ഹാജരാക്കിയപ്പം കോടതിയിലെ മജിസ്ട്രേറ്റ്
ആ റീത്തും ആ കയ്യക്ഷരവും എല്ലാം തൊണ്ടി സാധനം തിരിച്ച് പോലീസ് തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. കാരണം അത് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ആ കയ്യക്ഷരവും കാണാനില്ല, ആ തൊണ്ടി സാധനങ്ങളും കാണാനില്ല. അത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ അവർ നശിപ്പിക്കുകയോ അവർ മാറ്റുകയോ ചെയ്തു. അന്നത്തെ അവിടുത്തെ ഡിവൈഎസ്പിയുടെ പേരിലാണ് ഈ ആരോപണം വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചോണം. അദ്ദേഹം ബൂത്തിലെ ഇലക്ഷൻ സമയത്ത് BJPയുടെ ബൂത്തിലിരിക്കുന്ന ഫോട്ടോ അത് PV അൻവർ MLA കൈവശമുണ്ട്. അദ്ദേഹം അത് ചാനലിൽ കാണിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഏത് രാഷ്ട്രീയ പാർട്ടിയോടും ചായ ഉണ്ടായാലും ശരി, ഓരോ കേസുകളും സത്യസന്ധമായിട്ട് അതിന് മാത്രം അന്വേഷിക്കണം. അല്ലെങ്കിൽ റിട്ടയർ ചെയ്താലും നിങ്ങളുടെ പുറകെ പോലീസ് ഉണ്ടാവും, നാട്ടുകാരുണ്ടാവും. അതുകൊണ്ട് സത്യവും നീതിയും വിട്ടിട്ട് പോലീസിലെ ഒരു മനുഷ്യനും അവർക്ക് ഏത് ജാതി മത ചിന്ത അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്ത ഉണ്ടെങ്കിലും ശരി, അതനുസരിച്ച് അന്വേഷണം അങ്ങോട്ട് വളച്ചൊടിക്കരുത്. വളച്ചൊടിച്ചാൽ പണിയാവും നിങ്ങൾക്ക്. അതുകൊണ്ട് ഇതൊരു പാഠമായിരിക്കണം എല്ലാവർക്കും.